ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു നേഹ ഫുഡ് സ്റ്റോറീസ്. ഇന്ന് ഞാനിവിടെ വന്നിരിക്കുന്നത് വളരെ വ്യത്യസ്തമായിട്ടുള്ളൊരു ബ്രേക്ക്ഫാസ്റ്റിൻ്റെ റെസിപ്പിയുമായിട്ടാണ്. ഇഡ്ഡലിമാവും ദോശമാവും ഒന്നും ഇല്ലാത്ത സമയത്ത് നമുക്ക് ഉണ്ടാക്കാൻ പറ്റിയ നല്ലൊരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പി. ഇതിൻ്റെ കൂടെ കറിയുടെ ഒന്നും ആവശ്യമില്ല, നമുക്ക് ഇൻസ്റ്റൻ്റ് ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയാണ്. അതുപോലെ ഈവനിങ് സ്നാക്കായിട്ടും ഇത് ഉണ്ടാക്കാം കേട്ടോ. അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കിയാലോ. അപ്പോൾ അതിനു വേണ്ടി 3/4 കപ്പ് റവയാണ് എടുത്തിട്ടുള്ളത്. അതൊരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ വേണ്ടത് തൈരാണ്. ഞാനിവിടെ 1/2 കപ്പ് തൈര് എടുത്തിട്ടുണ്ട്. അപ്പോൾ പുളിയുള്ള തൈരാണെങ്കിലും പ്രശ്നമൊന്നുമില്ല കേട്ടോ. പിന്നെ ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കളറിന് വേണ്ടിയിട്ട് ചേർക്കുന്നുണ്ട്. ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മൾ തൈര് ചേർക്കുന്നത് ഈ റവയൊന്ന് സോഫ്റ്റ് ആവാൻ വേണ്ടിയിട്ടും പിന്നെ കുറച്ചൊരു പുളിരസം ഉണ്ടാവാൻ വേണ്ടിയിട്ടുമാണ് കേട്ടോ. അപ്പോൾ ഇത് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ വെള്ളത്തിൻ്റെ അളവ് എന്ന് പറയുന്നത് നമ്മുടെ ബാറ്റർ, ദോശമാവിൻ്റെ ബാറ്റർ ഉണ്ടല്ലോ, അതുപോലെ ആയിരിക്കണം. അപ്പോൾ ആ ഒരു പരുവത്തിൽ വെള്ളം ചേർത്തിട്ട് മിക്സ് ചെയ്തെടുക്കുക. പിന്നെ നമ്മളിതൊരു 5-10 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കണം കേട്ടോ. എന്നാലാണ് റവ ഒന്നും കൂടെ സോഫ്റ്റായി വരിക. അപ്പോൾ കുറേശ്ശായിട്ട് വെള്ളം ഒഴിച്ച് മിക്സ് ചെയ്തെടുത്താൽ മതി, ഒന്നിച്ച് ഒഴിക്കരുത്. ആദ്യം ഞാനിപ്പോൾ ഒരു 1/4 കപ്പ് ഒഴിച്ചു, അതിനുശേഷം പിന്നെ ഒരു 1/2 കപ്പും കൂടി ഒഴിച്ചിട്ടാണ് ഇവിടെ മിക്സ് ചെയ്തെടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങളുടെ പാകത്തിനനുസരിച്ച് വെള്ളം ഒഴിച്ച് മിക്സ് ചെയ്തെടുക്കുക. ഇനി ഇതൊരു 5 മിനിറ്റ് നേരത്തേക്ക് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കാം. അപ്പോൾ ആ സമയം കൊണ്ട് നമുക്കൊരു പാനിലോട്ട് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർക്കണം. ഇനി ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ കടുക്, ഒരു പിഞ്ച് ചെറിയ ജീരകം, പിന്നെ കുറച്ച് കറിവേപ്പിൻ്റെ ഇല കൂടി ഇട്ട് കൊടുക്കാം. ഇനിയിപ്പോൾ നമ്മൾ റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ടുള്ള റവയുടെ മിക്സ് ഉണ്ടല്ലോ, അതിലേക്ക് ഇത് ഒഴിച്ചു കൊടുക്കണം. അപ്പോൾ 5 മിനിറ്റിന് ശേഷമാണ് കേട്ടോ അത് ഒഴിച്ചു കൊടുക്കേണ്ടത്. 5-10 മിനിറ്റൊക്കെ നമുക്ക് വേണമെങ്കിൽ റെസ്റ്റ് ചെയ്യാൻ വെക്കാം. പിന്നെ ഒരു 2-3 ടേബിൾ സ്പൂൺ മല്ലിയില ചെറുതായിട്ട് കൊത്തിയരിഞ്ഞത് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. അപ്പോൾ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പി ഉണ്ടാക്കാനുള്ള ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിലേക്കൊരു ഫില്ലിങ്സ് നമ്മൾ റെഡിയാക്കുന്നുണ്ട്. അപ്പോൾ അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ ഒരു പാനിലേക്ക് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർക്കാം. ഇനി ഇതിലോട്ട് 1/4 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം. ഒരു പിഞ്ച് ചെറിയ ജീരകം, 1 ടീസ്പൂൺ ഇഞ്ചി ചെറുതായിട്ട് കൊത്തി അരിഞ്ഞത്, പിന്നെ ഒരു പച്ചമുളക് ചെറുതായിട്ട് കൊത്തി അരിഞ്ഞത്, പിന്നെ കുറച്ച് കറിവേപ്പിൻ്റെ ഇല കൂടി ഇട്ട് കൊടുക്കണം. പിന്നെ 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി. ഇനി ഈ മുളക് പൊടിയുടെയൊക്കെ പച്ചച്ചുവ മാറുന്നത് വരെ ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇനി ഇതിലേക്ക് ചേർക്കാനുള്ളത് പൊട്ടറ്റോയാണ്. അപ്പോൾ ഞാൻ വലിയൊരു പൊട്ടറ്റോ പുഴുങ്ങിയതിന് ശേഷം ഉടച്ചെടുത്തതാണ്. ചെറിയ പൊട്ടറ്റോ ഒക്കെ ആണെങ്കിൽ 4 എണ്ണം എടുക്കുക കേട്ടോ, അല്ലെങ്കിൽ മീഡിയം വലിപ്പത്തിലുള്ളതാണെങ്കിൽ 2 എണ്ണം എടുക്കുക. ഞാൻ വലുതായതുകൊണ്ടാണ് 1 എണ്ണം എടുത്തത്. അപ്പോൾ പുഴുങ്ങിയതിന് ശേഷം തൊലിയെല്ലാം കളഞ്ഞിട്ട് നന്നായിട്ട് ഉടച്ചെടുത്താൽ മതി. ഇതിപ്പോൾ ഞാനിവിടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഇത് വാങ്ങി വെക്കാം. അപ്പോൾ ഈ മിക്സ് ഇവിടെ നന്നായിട്ട് തണുത്തിട്ടുണ്ട്. ഇതൊന്ന് ബോൾസ് ആക്കി എടുക്കട്ടെ, ചെറിയ ചെറിയ ബോൾസ് ആക്കി എടുത്താൽ മതി. നമ്മളിത് ഫില്ലിങ്സ് വെക്കാനാണ് ഇതുപോലെ ബോൾസ് ആക്കി എടുക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ചെറിയ ചെറിയ ബോൾസ് ആക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. പിന്നെ ഉണ്ണിയപ്പച്ചട്ടിയിലാണ് ഈ ബ്രേക്ക്ഫാസ്റ്റ് റെഡിയാക്കി എടുക്കുന്നത്. അപ്പോൾ ഞാനിപ്പോൾ ഇതെല്ലാം ഇതുപോലെ ചെയ്തെടുത്തിട്ടുണ്ട്. ചെറിയ ചെറിയ ബോൾസ് ആക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ ഉണ്ണിയപ്പച്ചട്ടി ചൂടായിട്ട് അതിലോട്ട് കുറച്ച് ഓയിലൊക്കെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. ഇനി നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള ബാറ്ററിൽ നിന്ന് 1 സ്പൂൺ ബാറ്റർ ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് അതിൻ്റെ മുകളിലേക്ക് പൊട്ടറ്റോ ബോൾസ് വെച്ച് കൊടുക്കാം. പിന്നെ വീണ്ടും 1 സ്പൂൺ ബാറ്ററും കൂടി ഇതിൻ്റെ മുകളിലേക്ക് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് ജസ്റ്റ് ഒന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ആദ്യം നമ്മൾ 1 സ്പൂൺ ബാറ്റർ ഒഴിച്ചു കൊടുക്കണം. എന്നിട്ട് അതിൻ്റെ മുകളിലേക്ക് റെഡിയാക്കി വെച്ചിട്ടുള്ള പൊട്ടറ്റോ ബോൾസ് വെച്ച് കൊടുക്കുക. വീണ്ടും അതിൻ്റെ മുകളിലേക്ക് 1 സ്പൂൺ ബാറ്ററും കൂടി ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ അങ്ങനെയാണ് ചെയ്യേണ്ടത്. അപ്പോൾ എല്ലാം ഇതുപോലെ തന്നെ ചെയ്തെടുക്കുക. ആദ്യം 1 സ്പൂണ് മാവ് ഒഴിക്കുക, അതിൻ്റെ മുകളിലേക്ക് 1 പൊട്ടറ്റോ ബോൾസ് വെച്ച് കൊടുക്കുക. വീണ്ടും 1 സ്പൂണ് മാവ് ഒഴിക്കുക. ഉണ്ണിയപ്പച്ചട്ടിയിലോട്ട് നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള റവയുടെ മിക്സ് ഒഴിക്കുന്നതിന് മുമ്പ് അതിലോട്ട് ഒരു 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡ ചേർത്ത് മിക്സ് ചെയ്യണം കേട്ടോ. ഞാനത് കാണിക്കാൻ വിട്ടു പോയതാണ്. എന്നാൽ മാത്രമേ നമ്മുടെ ഈ റെസിപ്പി നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടുള്ളൂ. നമ്മൾ ഇൻസ്റ്റൻ്റ് ആയിട്ട് ഉണ്ടാക്കുന്നതാണല്ലോ, റെസ്റ്റ് ചെയ്യാനൊന്നും വെക്കുന്നില്ലല്ലോ. അതുകൊണ്ട് എന്താണെങ്കിലും ഒരു 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡ ചേർക്കണം. അപ്പോൾ എല്ലാ കുഴികളിലേക്കും മാവ് ഒഴിച്ചിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിലേക്ക് ഒരു 1/4 ടീസ്പൂൺ വീതം ഓയിൽ ഒഴിച്ചു കൊടുക്കുക. ഇനി നമ്മളിത് അടച്ചു വെച്ചാണ് കേട്ടോ വേവിക്കേണ്ടത്. ഒരു 5 മിനിറ്റ് ലോ ഫ്ലെയിമിലിട്ട് വേവിച്ചാൽ മതി. 5 മിനിറ്റിന് ശേഷം നമ്മളിതൊന്ന് മറിച്ചിട്ട് കൊടുക്കണം. അപ്പോൾ കണ്ടോ, അടിവശം നല്ല ബ്രൗൺ കളറായിട്ട് നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്.
ഇനി ഇതൊക്കെ ഒന്ന് മറിച്ചിട്ടിട്ട് കൊടുക്കുക. എന്നിട്ട് ഇതിൻ്റെ ബാക്ക് വശം ഇതുപോലെ നല്ല ബ്രൗൺ കളർ ആവുന്നത് വരെ ഒന്ന് വേവിച്ചെടുക്കണം. അധിക സമയമൊന്നും വേണ്ട. ഇതുപോലെ തന്നെ ലോ ഫ്ലെയിമിലിട്ട് ഒരു 5 മിനിറ്റ് ഒന്ന് അടച്ച് വെച്ചാൽ മതി. അപ്പോഴേക്കും ഇതിൻ്റെ ബാക്ക് വശം നല്ല ബ്രൗൺ കളറായി വരും. അപ്പോൾ 5 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിത് ഈ ഉണ്ണിയപ്പച്ചട്ടിയിൽ നിന്ന് മാറ്റാം. അപ്പോൾ നമ്മുടെ റെസിപ്പി ഇവിടെ റെഡി ആയിട്ടുണ്ട്. 2 വശവും നല്ലവണ്ണം കുക്കായിട്ടുണ്ട്. ഇതിന് കറികളൊന്നും വേണ്ട കേട്ടോ. അത് ഇങ്ങനെ തന്നെ കഴിക്കാൻ പറ്റിയ നല്ലൊരു റെസിപ്പിയാണ്. അപ്പോൾ ബാക്കിയുള്ളത് ഇതുപോലെ തന്നെ കുക്ക് ചെയ്തെടുക്കാം. ഇത് ശരിക്കും പറഞ്ഞാൽ തമിഴ്നാട്ടിലൊക്കെ കാണുന്നൊരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ ഞാനിതൊരു മാഗസിനിലാണ് കണ്ടത്. അപ്പോൾ ഞാനിതൊന്ന് ട്രൈ ചെയ്ത് നോക്കി. അപ്പോൾ എനിക്കിത് നല്ല ടേസ്റ്റായിട്ട് തോന്നി. അതുകൊണ്ടാണ് ഇപ്പോൾ ഞാനിതിപ്പോൾ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത്. അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് കണ്ടിട്ട് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, അതുപോലെ ഷെയർ ചെയ്യുക. പിന്നെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളൊന്ന് കമൻറ്റ് ചെയ്യുക. പിന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടി ചെയ്യണേ. അപ്പോൾ ഇനി മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.